കർത്താവിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, യോഗം ലീഡ് ചെയ്യുന്ന പ്രിയ ആൻറ്റി, ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത കുടുംബം, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ധ്യാനത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 57 മുതൽ 62 വരെയുള്ള വചനങ്ങൾ നമ്മൾക്ക് ഒന്ന് ധ്യാനിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ലൂക്കോസ് 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. 10-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1-ാം വചനം മുതൽ 24-ാമത്തെ വചനം വരെ 70 പേരെ കൂടെ കർത്താവ് തിരഞ്ഞെടുത്ത് ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ട് അവരെ നിയോഗിച്ച് അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം 25 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ ഗുഡ് സമാരിറ്റന്റെ പാരബിൾ കർത്താവ് ഒരു മനുഷ്യൻ കർത്താവിനോട് ചോദിച്ചതിന് മറുപടിയായി, വാട്ട് മസ്റ്റ് ഐ ഡു ടു ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്, അതിന് മറുപടിയായി കർത്താവ് കൽപ്പനകളെക്കുറിച്ച് പറയുന്നു. ആ മനുഷ്യൻ 29-ാം വാക്യത്തിൽ but he wanted to justify himself, so he asked Jesus, and who is my neighbor? അതിന് മറുപടിയായിട്ടാണ് the parable of the good Samaritan. 38 മുതൽ ഉള്ള വചനങ്ങളിൽ ബഥാനിയയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഭവനത്തിൽ കർത്താവും ശിഷ്യന്മാരുമായിട്ട് ചെല്ലുന്ന ആ ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 10-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ 70 പേരുടെ നിയമനത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നത്. 1-ാം വാക്യം, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. അതിൻ്റെ ഓരോ വാക്കുകളും ദൈവമക്കളൊന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അനന്തരം കർത്താവ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആഫ്റ്റർ ദിസ്, എന്തിനു ശേഷം എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെ ഉള്ളിൽ വരും. അത് 9-ാം അധ്യായത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. 9-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ, പല ഇവന്റുകൾ ഉണ്ടായി. അത് നമ്മൾ കഴിഞ്ഞ ചിന്തയിൽ 57 മുതൽ 62 വരെയുള്ള വചനങ്ങൾ നമ്മൾ ചിന്തിച്ചു. അങ്ങനെ കർത്താവ് ഗലീലയിലെ ശുശ്രൂഷകൾ കഴിഞ്ഞ് 9-ന്റെ 51-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവിടുന്ന് യെരുശലേമിലേക്ക് ക്രൂശിക്കപ്പെടുവാനായി കടന്നു പോകുന്ന ആ രംഗം. അപ്പൊ ഗാലിലിയൻ മിനിസ്ട്രി കഴിഞ്ഞ് ഹി ഈസ് ഓൺ ഹിസ് വേ ടു ജെറുസലേം. ഗാലിലിയൻ മിനിസ്ട്രിയുടെ ക്ലോസ് ആയി, ജേർണി ടുവേർഡ്സ് ജെറുസലേമിന്റെ ബിഗിനിങ് ആയി. അപ്പം ആ ഗാലിലിയൻ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ ശേഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശാലമായിട്ട് 9-ാം അധ്യായത്തിൽ
ആ ഗാലീലിയൻ മിനിസ്ട്രി കഴിഞ്ഞ് കർത്താവ് മുന്നോട്ട് നടക്കുന്ന ആ സമയത്താണ്, അല്ലെങ്കിൽ ചേർന്ന് ശിഷ്യന്മാരുമൊത്ത് പോകുന്ന സമയത്താണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് 3 പേരുമായിട്ട് സംസാരിക്കുന്നത്. അതിനെല്ലാം ശേഷം അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. വേറെ എന്ന് പറയുമ്പോൾ 9-ാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ കർത്താവ് 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തിരുന്നു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇത് വേറെ ആളുകൾ, ഒരു ലാർജർ ഗ്രൂപ്പിനെ കർത്താവ് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. അനേക പട്ടണങ്ങളിൽ കർത്താവിന് സഞ്ചരിക്കണം. അതിന് മുന്നോടിയായി ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആ പട്ടണങ്ങളിലേക്ക് കടന്നു പോകണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വിശാലമായ ഒരു ഗ്രൂപ്പിനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. വേറെ 70 പേരെ എന്ന് പറയുന്നു. 70 പേര്. നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻസ് എല്ലാം 70 എന്ന് കാണാം. എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇംഗ്ലീഷ് പരിഭാഷയിൽ 72 others എന്നതാണ്. അവിടെ നമ്മൾ കൂടുതലായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ 70 എന്നുള്ളത് ചില മാനസ്ക്രിപ്റ്റ്സുകൾ പറയുന്നു, 72 എന്നുള്ളത് മറ്റു ചില മാനസ്ക്രിപ്റ്റ്സുകൾ പറയുന്നു. 70 ആകട്ടെ 72 ആകട്ടെ, അത്രയും ആളുകളെ കർത്താവ് തിരഞ്ഞെടുത്തു. എന്നിട്ട് കർത്താവ് അവർക്ക് കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. വേറെ 70 പേരെ അടുത്ത വാക്ക് പറയുന്നത് നിയമിച്ചു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അവരെല്ലാം കൂടെ ഒരു ദിവസം കർത്താവിനെ കണ്ട് ഞങ്ങളോട് വരുന്നെന്ന് പറയുന്ന ഒരു കാര്യമല്ല അവിടെ നമ്മൾ കാണുന്നത്. അവരെ അപ്പോയിന്റ് ചെയ്യാണ്. കർത്താവ് തന്നെ അവരെ തെരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്യാണ്, അല്ലാതെ അവരായിട്ട് വോളണ്ടിയർ ചെയ്യുക അല്ല. നമുക്ക് ഈ സമ്മറിൽ അങ്ങ് പോയേക്കാം, കാരണം കാശും കുറച്ചുണ്ട്. നോ, അങ്ങനല്ല. കർത്താവിൻ്റെ വിളിയാണ്. കർത്താവ് നിയോഗിക്കുകയാണ്. കർത്താവ് അവരെ നിയമിച്ചയക്കുകയാണ്. ഈ പ്രത്യേക മിഷന് വേണ്ടി കർത്താവ് അവരെ തെരഞ്ഞെടുത്ത് അയക്കുകയാണ്. വാസ്തവത്തിൽ ഇവരാണ് ആദ്യത്തെ മിഷണറിമാരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ വാക്ക് നിയമിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മളെയും ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്ത് ഓരോ കാര്യങ്ങൾക്ക് നിയമിക്കട്ടെ. ഒരു വ്യക്തി, സ്ത്രീയോ പുരുഷനോ ഒരു പ്രത്യേക വിഷയത്തിൽ, ദൈവരാജ്യ വിഷയത്തിൽ നിയമിതനാണെങ്കിൽ, ദൈവം നിയമിക്കുകയാണെങ്കിൽ, ഉറപ്പല്ലേ അതിൻ്റെ പിൻപിലെ സകല സപ്പോർട്ടും കർത്താവ് തന്നെയാണ്. ഒരു നിലയിൽ ഒരു കൺഫ്യൂഷൻസോ ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ താഴ്മയോടെ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. നിയമിച്ചിരിക്കുന്ന സ്ഥലത്തും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ ഒക്കെ നമുക്കുണ്ടാകാം. ഹൃദയത്തിൽ ചഞ്ചലിപ്പൊക്കെ തോന്നിയേക്കാം. പക്ഷേ നമ്മെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് നിയമനം കേവലം ഒരു ഡിനോമിനേഷന്റെ അല്ല.
ആരോ ഒരു വ്യക്തി പറഞ്ഞതല്ല, കർത്താവ് എന്നെ നിയമിച്ചു. ഈ ഉറപ്പ് വളരെ ആവശ്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ അനേക ദൈവദാസന്മാരുണ്ട്. ഐ ക്യാൻ റിലേറ്റ് വിത്ത് യു. അമ്പത് പേരുടെ സഭയാകട്ടെ, 500 പേരുടെ ആകട്ടെ, മനുഷ്യരെല്ലാം സെയിമാണ്. വിവിധ പ്രശ്നങ്ങളാണ്, പ്രതികൂല സാഹചര്യങ്ങളാണ്. ആ ഡിവൈൻ അപ്പോയിന്റ്മെന്റ് വളരെ വളരെ ആവശ്യമാണ്. ചില ആളുകളൊക്കെ മറ്റു നിലയിലൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഇന്ന സ്ഥലത്ത് നമ്മുടെ ഒരു വേലയില്ല, എന്നാ പിന്നെ ഒരു വേല അങ്ങ് തുടങ്ങിയേക്കാം. അങ്ങനൊക്കെ വേല തുടങ്ങുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ ഒത്തിരി വേലകളും നടക്കും. ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ആണ് ആവശ്യം എന്നുള്ളത് അടിവരയിട്ട് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. അപ്പൊ വാക്യം അതിന്റെ ആദ്യ ഭാഗം, അനന്തരം കർത്താവ് വേറെ 70 പേരെ അത്രയും കാര്യമാണ്. നമ്മൾ മിഷനിലാണ്. ദൈവരാജ്യം എല്ലാ ടൗണുകളിലും വില്ലേജുകളിലും കർത്താവ് പ്രസംഗിച്ച് മുന്നേറുകയാണ്. 4-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടതാണ്. 4-ാം അധ്യായത്തിന്റെ 43 മുതൽ 44 വരെയുള്ള വാക്യം. എന്നിട്ട് 9-ാം അധ്യായത്തിന്റെ 51 വന്നപ്പോൾ കർത്താവ് ഇനിയും ജെറുസലേമിലേക്ക് ഈസ് ഓൺ ദ വേ. ടൈം വളരെ ലിമിറ്റഡ് ആണ്. ഒരുപാടിടം കവർ ചെയ്യാനുണ്ട്. 12 പേരെ കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ട് അടുത്ത കുറെ ആളുകളെ കർത്താവ് ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊന്ന് എടുത്ത് ഒന്ന് പ്രയോഗിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി ചിലരുടെ ഹൃദയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കർത്താവിനെ റെപ്രസെന്റ് ചെയ്ത് സുവിശേഷം പറയുവാൻ നമ്മളിൽ ചിലരെയും കർത്താവ് അയക്കുന്നു. ഒരു പട്ടണത്തിൽ കർത്താവ് പ്രവേശിക്കുന്നതിന് മുമ്പ്, ചെല്ലുന്നതിന് മുമ്പ് മെസ്സഞ്ചേഴ്സായി കർത്താവിന് മുന്നോടികളായിട്ട് അയക്കുന്നു. നമ്മളെയും അയക്കുന്നത് സുവിശേഷം പറയാൻ യേശു ഹൃദയങ്ങളെ പ്രവേശിക്കുന്നതിനൊത്ത് അപ്ലൈ ചെയ്യാമെന്നതാണ്. നമുക്കറിയാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ് ആദ്യമായി നമ്മൾ കാണുന്നത് പ്രിപ്പയറിംഗ് ദ വേ ഫോർ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ജോണിന് എന്ത് പറ്റി? ഹെരോദ രാജാവ് എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കർത്താവ് ചെല്ലുന്ന ഇടങ്ങളിൽ അതിനു മുമ്പ് നമ്മൾ ആ സ്ഥലങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ ശക്തമായ എതിർപ്പ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവരുടെ ആരുടെയും പേരറിയാം? 12 പേരുടെ പേര് നിങ്ങൾക്കറിയാം. ആ 9-ാം അധ്യായത്തില് അത് ഒരുപക്ഷെങ്കിൽ രേഖകൾ കൃത്യമായിട്ട് കാണത്തില്ലെങ്കിലും വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ സുവിശേഷകര് 12 അപ്പോസ്തലന്മാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദീസ് 70 ഡിസൈപ്പിൾസ്? ഈ 10-ാം അധ്യായത്തിൽ ഇവിടെ മാത്രമേ ഇവരെ കുറിച്ച് പറയുന്നുള്ളൂ. ലൂക്ക് മാത്രമേ പറയുന്നുള്ളൂ. വേറെ എങ്ങും നമ്മൾ ഇവരെ കുറിച്ച് കാണുന്നില്ല. ഈവൻ അപ്പോസ്തല പ്രവർത്തികളുടെ ഏർലി ചർച്ചിൽ ഇവരുടെ പ്രവർത്തനത്തെ കുറിച്ചൊന്നും നമ്മൾ കാണുന്നില്ല. ഇത് ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഈ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എങ്കിലും ഭൂതങ്ങൾ
നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. ലോകത്തിലെ വലിയ അവർക്ക് ഫേമസ് അല്ലെങ്കിലും, മറ്റ് പലർക്കും അവരെക്കുറിച്ച് വലിയ അറിവുകളില്ലെങ്കിലും, സ്വർഗത്തിൽ അവരുടെ പേര് എഴുതപ്പെട്ടിരിക്കുകയാണ്. അതിൽ സന്തോഷിക്കുക. കർത്താവ് 12 പേരെ വിളിച്ച വിളി വലിയ വിളിയാണ്. അപ്പോസ്തലന്മാരായി അവരെ വിളിക്കുകയാണ്, അവരെ നിയോഗിക്കുകയാണ്. ഒരാൾ ഒഴികെ ബാക്കിയുള്ള 11 പേരും പ്രയോജനപ്പെട്ടു. 10 പേര് രക്തസാക്ഷികളായി മാറി. ജോൺ മാത്രം സ്വാഭാവിക മരണം. ഇവരെയും കർത്താവാണ് വിളിക്കുന്നത് മിഷണറിമാരായി. ഇവരുടെ പേര് നമുക്കറിഞ്ഞുകൂടാ. ഞാൻ നമ്മളോട് എല്ലാവരോടുമായിട്ട് ചോദിക്കുക, ആർ വി വില്ലിംഗ് ടു ഡു ദാറ്റ് കൈൻഡ് ഓഫ് മിനിസ്ട്രി? പേരുകൾ നമ്മുടേത് ഫേമസ് ആകുന്നില്ലെങ്കിലും, ഈവൻ ഇഫ് അവർ നെയിം ഇസ് നോട്ട് ദ ടോക്ക് ഓഫ് ദ ടൗൺ, ശ്രേഷ്ഠ ദൈവദാസൻ, അങ്ങനെയൊക്കെ അല്ലയോ ആളുകൾ പറയുന്നത്. ദൈവദാസൻ എന്ന് വിളിച്ചാൽ മതി. കർത്താവിൻ്റെ അടിമ, അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ജീസസ് ഫ്രണ്ട്സ്. എല്ലാം കർത്താവിൻ്റെ നാമമാണ് മഹിമപ്പെടേണ്ടത്. പക്ഷെ ഇന്ന് വലിയൊരു തത്രപ്പാടാണ് ആളുകൾക്ക്. നോട്ടീസിൽ എൻ്റെ പേര് വെച്ചോ, ഡോക്ടർ എന്ന് വെച്ചോ, അതിന് എൻ്റെ ഫോട്ടോ മാത്രം ഇച്ചിരി ചെറുതായിട്ട്. അങ്ങനെ തസ്തിക റൈറ്റ് അല്ലെങ്കിൽ നോട്ടീസ് മാറ്റുന്ന പുള്ളികളുമുണ്ട്. ഈ 70 ആളുകളെ നിങ്ങൾ നോക്ക്. ഇവിടെ മാത്രമേ അവരെക്കുറിച്ച് തിരുവെഴുത്തിലുള്ളൂ. സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ട്, അതിൽ സന്തോഷിക്കുക. അവര് ശരിക്കും തിരിച്ചു വന്ന് മിനിസ്ട്രി റിപ്പോർട്ട് പറയുന്ന സമയത്ത് കർത്താവ് പറഞ്ഞതാ, സ്വർഗത്തിൽ പേരുള്ളത് ഓർത്ത് സന്തോഷിക്കുക. അപ്പൊ നമ്മളുടെ ദൈവം നിയോഗിക്കുന്ന ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കുക. അറിയപ്പെടുത്തുവാനുള്ള തത്രപ്പാടുകൾ നമുക്ക് വേണ്ട. കർത്താവ് ചിലരെ ഇങ്ങനെയും ചിലരെ അങ്ങനെയുമാണ് ഉപയോഗിക്കുന്നത്. Praise God for all the servants of God. It is the master who appoints us. സംതൃപ്തി കണ്ടെത്തണം, ഫേമസ് ആകുന്നതിലല്ല. സ്വർഗത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിരിക്കുകയാൽ ഐ പ്രൈസ് ഗോഡ്. ശരിക്കും ഈ 70 പേര് ഉറപ്പായിട്ടും 9-ാം അധ്യായത്തിന്റെ 57 മുതൽ 60 കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് നന്നായി ാക്കിയിട്ടുള്ളവരാണ് നിയോഗം കൊടുക്കുന്നത്. ആദ്യത്തെ 16 വാക്യങ്ങളിൽ അവരോട് പറയുന്ന നിർദ്ദേശവും 17 മാത്രമല്ല, സുവിശേഷീകരണം അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, സുവിശേഷം പറയാനുള്ള നിയമനമാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവായ യേശുവില്ല സുവിശേഷ വേലയിൽ പങ്കാളികളാകണം. നെറ്റിൻ്റെതായിട്ടുള്ള അല്പം എനിക്ക് തോന്നുന്നു ഉള്ളത് പ്രശ്നങ്ങളായിരിക്കാം ഒരു മെസ്സേജ് എന്നുള്ളത്. I hope it's
സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കുവാൻ താല്പര്യരാണ്. സ്തോത്രം. ഇവര് വലിയ സ്പിരിച്വൽ ലീഡറിനറി ക്രിസ്ത്യൻസ്. എല്ലാ ദൈവമക്കളും ശ്രദ്ധിച്ചോണം. എനിക്ക് വലിയ കഴിവൊന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. നിയമനമാണ് വലുത്, പകരപ്പെടുന്ന കൃപയാണ് വലുത്. ഗോഡ് യൂസസ് ഓർഡിനറി പീപ്പിൾ. അവർ തിരിച്ചു വന്നുള്ള റിപ്പോർട്ടൊക്കെ പിന്നീട് നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ചിന്തിക്കണം. എക്സ്ട്രാ ഓർഡിനറി വർക്കാണ് അവര് കർത്താവിന്റെ നാമ മഹിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണുന്നു. കർത്തൃവേലയിൽ നമുക്ക് മുന്നേറാൻ, ഫേമസ് ആകുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് എന്നെ ദൈവം നിയമിച്ച വേലയ്ക്ക് ഞാൻ വിശ്വസ്തനായിരിക്കും. പ്രാദേശിക പാസ്റ്റർ ചിലപ്പോൾ ഒരു പ്രാവശ്യം പോലും നമ്മുടെ പേര് പറഞ്ഞില്ല എന്ന് വരും. ചിലർക്കത് വഴക്കുണ്ടാക്കാൻ വേറെ ഒരു വിഷയം. അതാണ് പിന്നെ വഴക്ക്. എന്താ എല്ലാവരുടെയും പേര് പറഞ്ഞല്ലോ, അറിയാതങ്ങ് മിസ്സായി പോയതാ സഹോദരി സഹോദരന്മാരെ. അതങ്ങ് വിടെ. ആത്മാർത്ഥമായിട്ട് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമിച്ച കർത്താവ് ഇതെല്ലാം കണ്ടില്ലേ? അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആത്മാർത്ഥമായിട്ടാണോ ചെയ്തത്? ഒരാൾ നോട്ട് ചെയ്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ചെറുത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടുന്ന പള്ളിയിൽ ചെയർ വന്നിടുക, ആര് മൈൻഡ് ചെയ്യുന്നു? എല്ലാം വാക്യൂം അടിച്ച് ക്ലീൻ ചെയ്യുക, കാർപ്പറ്റുകളെല്ലാം ക്ലീൻ ചെയ്യുക, ടോയ്ലറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്യുക. കമോൺ, അതൊക്കെ ശുശ്രൂഷയാണോ ബ്രദറെ? അത് ശുശ്രൂഷയെ കാണണം. ചിലർ ചിന്തിക്കുന്നത് എന്താ, ഞാൻ പ്രത്യേക ലെവലിൽ, അതുകൊണ്ട് എനിക്കതൊന്നും, യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ക്രിസ്ത്യാനിറ്റി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി കർത്താവ് നിയമിച്ച കാര്യങ്ങളെ ചെയ്യുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രതിഫലം കർത്താവാണ് തരുന്നത്. ഓർഡിനറി പീപ്പിൾ, ഓർഡിനറി, വെരി ഓർഡിനറി പീപ്പിൾ. ശരിക്കും ഇത് നമുക്ക്, ഈ കാലഘട്ടത്തിലായിരിക്കുന്ന നമുക്ക് ഒത്തിരി ഇൻസൈറ്റ് തരുന്ന കാര്യമാണ്. സ്തോത്രം. ഗ്രാമപ്രദേശം, വടക്കേ ഇന്ത്യയിലൊക്കെ അറിയപ്പെടാതെ കർത്തൃവേലയിലായിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇല്ലേ? വിശ്വസ്തരായി നിൽക്കുന്ന പ്രിയ സഹോദരന്മാരുണ്ട്, സഹോദരിമാരൊക്കെ ഉണ്ട്. അവരുടെ ഒന്നും പേര് കേട്ടില്ല. പേര് കേൾക്കാത്തോണ്ട് വിലയേറിയവരല്ലെന്ന് ചിന്തിക്കരുത്. നിയമിച്ച കർത്താവിന് അവരെല്ലാം വിലയേറിയവരാണ്. സ്തോത്രം. ആ ഒന്നാം വാക്യം, അതിന്റെ രണ്ടാം ഭാഗം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുൻപായി ഈരണ്ടായി അയച്ചു. അതിനെ ഈരണ്ടായിട്ട് അയക്കുന്നേ, ഞാൻ ഒറ്റയാൻ പട്ടാളമാണ്. അയ്യോ, ഞാൻ ചെല്ലും, ഞാൻ പ്രസംഗിക്കും, ഞാൻ 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 ഇവിടെ എങ്ങനെയാണ്? ഈരണ്ടായി അയച്ചു. ഓരോരുത്തർക്കും ഓരോ പാർട്ട്നേഴ്സും ഉണ്ട്. കർത്താവിന് മുന്നോടിയായി കടന്നു പോവുകയാണ്.
നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വൈ 2x2? പല കാരണങ്ങളുണ്ട്. അതിലെ ഒരു കാരണം, കർത്തൃവേലയിൽ ഞാൻ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പോരാട്ടങ്ങളും നമ്മുടെ ഹൃദയത്തെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളുമുണ്ട്. ഒറ്റയ്ക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെന്ന് വരും. ഒരാൾ, ഈ നിയമനം അറിഞ്ഞ ഒരാളൂടുണ്ടെങ്കിൽ that person can become a source of encouragement. ഇല്ലേ? ഏറ്റവും നല്ലത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് സുവിശേഷ വേലയിലാണെങ്കിൽ ഇറ്റ്സ് വണ്ടർഫുൾ. അല്ലാതെയും സഹോദരിമാരൊരുമിച്ച് സഹോദരന്മാരൊരുമിച്ചൊക്കെ പോകുമ്പോൾ ഒറ്റയാനല്ല പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഈരണ്ടായിട്ട് കർത്താവ് അയക്കുകയാണ്. ആ മ്യൂച്വൽ എൻകറേജ്മെന്റ് കിട്ടുന്നു. ഒരു വാക്യം വായിക്കാം, സഭാപ്രസംഗി 4, 9, 10 ഈ വാക്യങ്ങൾ. ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. പക്ഷെ ഞാൻ അത് വായിച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ ഓർത്തു, അങ്ങനൊക്കെ ആന്നോന്നു. അങ്ങനെ വരേണ്ടത്. ഇന്ന് വീണാൽ എന്തോ ചെയ്യും ഞാൻ പറയുന്നില്ല, എഴുന്നേൽപ്പിക്കണം. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായക കൊണ്ട് അവന് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഈരണ്ടായിട്ട് കർത്താവ് അവരെ അയക്കുകയാണ്. നമ്മളിത് ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ചരിത്ര പുസ്തകത്തിലാണ് ഒരുപാട് സഭാസ്ഥാപനങ്ങളും മിഷണറി യാത്രകളും ഒക്കെ കാണുന്നത്. അവിടെ എങ്ങനെയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്? നമ്മുടെ മനസ്സിലേക്ക് അതൊന്ന് വരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 13:2 ബർന്നബാസ് ആൻഡ് സൗൾ, 15:27 യൂദയെയും ശീലാസിനെയും, 15:39-40 വാക്യങ്ങളിൽ ബർന്നബാസ് മർക്കോസിനെയും കൊണ്ട് പോകുന്നു, പൗലോസ് ശീലാസിനെയും കൊണ്ട് പോകുന്നു. 19:22 തിമോത്തിയോസ്, ഇറസ്തോസ് എന്ന 2 പേരെ മക്കദോനിയയിലേക്ക് അയച്ചിട്ട്. കണ്ടോ ആ ടീം പ്രവർത്തനം? വളരെ നല്ലൊരു പാറ്റേൺ ആണ് നമുക്ക് പഠിക്കാൻ. അതുപോലെ 2 പേര് പോയാൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഇല്ലേ? ഫോണുമായിട്ടിരിക്കുക ഒരുത്തൻ. അപ്പൊ ഒരുത്തനുണ്ട്, സോര പ്രാർത്ഥിക്കാനുള്ള സമയമല്ലേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഇല്ലേ? ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇന്നത്തെ ആളുകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത്? അക്കൗണ്ടബിലിറ്റി. അതുകൊണ്ടാണ് ആളുകൾക്ക് ഈ മെഗാ ചർച്ചകൾ വളരെ ഇഷ്ടമാണ്. കാരണം എവിടെയെങ്കിലും ചെന്ന് അങ്ങോട്ട് ഇരുന്നാൽ മതി, ആരാ അടുത്തിരിക്കുന്ന അറിഞ്ഞുകൂടാ. ഇത് കണ്ടോ, ഈരണ്ടായിട്ട് അയച്ചു. മാത്രമല്ല എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, പുതിയ നിയമത്തിൽ ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വൺ മാൻ ഷോ അല്ല, ഇറ്റ്സ് എ ബോഡി. അതിനൊരു സൂചനയായിട്ടൂടെ ഞാനിത് മനസ്സിലാക്കുന്നു. ആ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ സ്ഥലത്ത് ഇറ്റ് ഈസ് നോട്ട് എ വൺ മാൻ ഷോ, നോ. അതൊരു ബോഡിയാണ് പ്രവർത്തിക്കുന്നത്. സുവിശേഷീകരണമാകട്ടെ, എല്ലാ ആത്മീക ശുശ്രൂഷകളുമാകട്ടെ. അപ്പൊ ആ സൂചനയും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും.
പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗം വിട്ട് 2-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒറ്റയാൻ ആളുകൾ ശത്രു പാറ്റുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. സിവിയർ അറ്റാക്കിൽ നമ്മൾ അകപ്പെടും. സഹായിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ ആളുകൾ ആവശ്യമാണ്. കൈത്താങ്ങലുകൾക്ക് ആളുകൾ ആവശ്യമാണ്. ഒരു തെറ്റ് പറഞ്ഞാൽ തിരുത്താൻ ആളുകൾ ആവശ്യമാണ്. ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. 1-ാം വാക്യമാണ്. 2-ാം വാക്യം അവരോട് പറഞ്ഞത്. അപ്പൊ ഇനിയും കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് 70 പേരോട് മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തണ്ട. നമ്മളിത് പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മളോട് കൂടെ അത് അപ്ലൈ ചെയ്യണം. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ലേബർ ഷോർട്ടേജ്. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. നിയമനം കിട്ടിയവരോട് പറയുകയാണ്, യു ഹാവ് ടു പ്രേ. അപ്പൊ അതിന്റെ ഓരോ വാക്കൊന്ന് ശ്രദ്ധിച്ച്. കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം. എന്തിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്? ഈ ലോകമാകുന്ന വയലിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷാനിർണയം പ്രാപിച്ച ആളുകളെ കൊയ്യണം. കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം. ഇത് നമുക്ക് വലിയ ആശ്വാസമാണ് കേട്ടോ. ഓ, ഇനി ആരും ഒന്നും വരത്തൊന്നുമില്ല. യോ, അങ്ങനല്ല. കൊയ്ത്ത് വളരെ ഉണ്ട്. കൊയ്ത്ത് വളരെ ഉണ്ട്. ചില ആളുകളൊക്കെ പറയാൻ, എത്ര നാളായി ഒരു സ്നാനം നടന്നിട്ട്? ലേബറേഴ്സിനെ വേണം. കൊയ്ത്തുണ്ട്. എക്സിക്യൂട്ടീവ് കളിച്ച് നടന്നിട്ട് കാര്യമില്ല. ഗോഡ് വാണ്ട്സ് ലേബറേഴ്സ്, വേല ചെയ്യുന്നവർ. സ്തോത്രം. കൊയ്ത്ത് വളരെ ഉണ്ട്. ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആണ് ഇത്. കൊയ്ത്ത് വളരെ ഉണ്ട്. അത് തലപൊക്കി നമ്മൾ ഈ വിളഞ്ഞ വയല് കാണണം. ആത്മീകമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നോയിക്കെ, കുരുന്തിൽ മിഷണറി പ്രവർത്തനം ചെയ്യുന്ന പൗലോസിനോട് കർത്താവ് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 18-9 വാക്യം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇൻ ഡ്യൂ കോഴ്സ് ദേ വിൽ കം. ദൈവത്തിന്റെ ലിസ്റ്റിലുള്ളവർ ഓൾറെഡി പട്ടണത്തിലുണ്ട്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഓ, ഇനി ആര് വരാൻ? അയ്യോ, കൊയ്ത്ത് വളരെ ഉണ്ട്. കൊയ്ത്ത് വളരെ ഉണ്ട്. പത്തനംതിട്ട ജില്ലയിലുണ്ട്, കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്, അമേരിക്കയിലുണ്ട്. അവരിതുവരെ കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ടില്ല. പക്ഷെ അവർ വരും. നിത്യജീവനായി നിയമിക്കപ്പെട്ട സകല പുള്ളികളും വരും. കൊയ്ത്ത് വളരെ ഉണ്ട്. ഇന്നും ഇത് സത്യമാണ്. നമ്മൾ ഇത് ഉൾക്കൊള്ളണം. പക്ഷെ വേലക്കാര് ചുരുക്കമാണ്. അതാണ് പ്രശ്നം. ലേബർ ഷോർട്ടേജ്. ഈ വേലക്കാരെന്നുള്ളതിന്, ലേബർ എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നവൻ. നമുക്കറിയത്തില്ലേ, ലേബർ എന്ന വാക്ക് വലിയ വ്യാഖ്യാനമൊന്നും വേണ്ടല്ലോ. മുഴു ഊർജത്തോടെ മനസ്സും ശരീരവും സകലതും ഉൾപ്പെടെ
ജോലി ചെയ്യുക. അങ്ങനെയുള്ള ലേബറേഴ്സ്, സൂപ്പർവൈസേഴ്സും എക്സിക്യൂട്ടീവ്സും അല്ല, ലേബറേഴ്സ്. പക്ഷെ അത് ഇപ്പോഴും വളരെ കുറവാണ്. നമ്മൾ വളരെ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ PhD ഒക്കെ വേദശാസ്ത്രപരമായൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകളെ പിന്നെ ലേബറിൽ പോവും, ലേബർ പണി. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. The Lord wants laborers in his fields. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ളവര്, the Lord is calling us to be laborers. നിയമിച്ചയക്കുന്ന ഇടത്ത് കട്ടിപ്പണി ചെയ്യണം. ഇത് നമ്മുടെ കംഫർട്ടിന് വേണ്ടിയുള്ള വിളിയല്ല. ഭൗതികമായിട്ട് ഏതോ കാര്യങ്ങൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള വിളിയല്ല. The harvest is plentiful and the Lord needs laborers. പക്ഷെ ലേബറേഴ്സ് കുറഞ്ഞു പോയിരിക്കുന്നു. ഈ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇപ്പൊ ആളുകൾ കുറയുന്നു. ഞാൻ ഒരു റാഷ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. വേദശാസ്ത്രം പഠിപ്പിക്കുന്ന പല ഇടങ്ങളിൽ നിന്നും പഠിച്ച് വയൽ പ്രദേശത്ത് പോകുന്ന പലരുടെയും അജണ്ടകൾ, എല്ലാവരുടെയും എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പലരുടെയും അജണ്ട, സ്ഥാപിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന ഇടത്ത് പുൾപിറ്റുണ്ട്, ഞാൻ പ്രസംഗിക്കാം. ഈ പുൾപിറ്റ് എങ്ങനെ വന്നിവിടെ? a hard labor, a ground breaking ministry. ആത്മരക്ഷയ്ക്കായി ആളുകളുടെ അടുക്കൽ ചെന്ന് സുവിശേഷത്തിന്റെ സീഡുകൾ ഇടുവാനുള്ള ആളുകൾ വളരെ കുറഞ്ഞുപോയി പ്രിയരെ. We must pray. ശക്തമായ നിലയിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുവാൻ, ഇവാഞ്ചലിസം നടക്കുവാൻ ശരിക്കും ദൈവസഭയായി നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. ഇവരെ വിളിച്ചു വിടാൻ പോവുക. അവരോടുള്ള ആദ്യത്തെ ഒരു നിർദ്ദേശം, യു ഗോട്ട് ടു പ്രേ. അല്ലാതെ അടുത്ത കോൺഫറൻസ് നടത്തിയാൽ പണി നടക്കത്തില്ല. കോൺഫറൻസിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ കണ്ടേക്കാം. പക്ഷെ ഇത് ലേബറിന് ആളിനെ വേണം. അതിനെന്ത് ചെയ്യണം? പെർസിസ്റ്റന്റ് പ്രയർ. ബോസ്റ്റൺ പ്രയർ ലൈനാണ്. നിങ്ങൾ ഇതൊന്ന് ഏറ്റെടുക്കുക. ലോർഡ് റൈസ് അപ്പ് ലേബറേഴ്സ്. സ്തോത്രം. പ്രാർത്ഥനയായിരിക്കണം പ്രയോറിറ്റി. അപ്പൊ ഈ 70 ഉപദേശിമാര് പ്രസംഗിക്കാനായിട്ട് നിയമിതരാണ്. എന്നാലും അവരോട് പറയാണ് അവർ പ്രാർത്ഥിക്കണം. ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അവരെ അത് ഏൽപ്പിക്കുകയാണ്. They must pray. സ്തോത്രം. വാസ്തവത്തിൽ ഈ വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. 10-2 വാക്യം. ആകയാൽ കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. നമ്മൾ ഈ വാക്യത്തിൽ കാണേണ്ടത് ഒരു കർഷകനെ പോലെ കർത്താവിന്റെ ഹൃദയമാണ്. ഹാർവസ്റ്റിന് വേണ്ടി എല്ലാം തയ്യാറായി കിടക്കുന്നു. പക്ഷേ അതൊന്ന് കൊയ്തെടുക്കാൻ ആളില്ല. അങ്ങനെ ഒരു കർഷകന്റെ ഹൃദയം. ഇതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്തൊരു വിഷമത്തോടെയാണ്
ഹൃദയ വേദനയോടെയാണ് കർത്താവ് ഈ ഫീൽഡിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, ആളുകൾ പോരാ, ടു ഗോ ആൻഡ് ഹാർവെസ്റ്റ് ദ സോൾസ്. അല്ല, നമ്മുടെ അവിടുന്ന് ഇന്നാര് പോയിട്ടുണ്ട്. അയ്യോ, 2 പേരോ 20ഓ 200ഓ 2000ഓ പോയാലാവും. ഏതെല്ലാം മേഖലകളാണുള്ളത്. കർത്താവ് തന്നെ വാസ് ഹാർഡ് വർക്കർ. ഹല്ലേലൂയ. മൈലുകൾ ദിവസവും നടന്ന് he is proclaiming the kingdom message. 12 പേരെ കൂടെ എടുത്തു വിശാലമാകാൻ. 70 പേരെ കൂടെ എടുത്തു. ടൈം ഇസ് ഷോർട്ട്, ഇനി 6 മാസം കൂടെ ഉള്ളൂ ഫോർ ദ ക്രൂസിഫിക്ഷൻ. തിടുക്കത്തിൽ കാര്യം നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നും പ്രിയരെ, ഇത് ആപ്ലിക്കബിൾ ആണ്. കർത്താവിന്റെ കമ്പാഷൻ ആണ് ഫോർ ദ ലോസ്റ്റ് സോൾസ്. ആ കാർഷിക മേഖലയിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ. ആ ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ ഫാമർ ഹു ഇസ് ഗ്രീവ്ഡ് ഇൻ ഹിസ് ഹാർട്ട് ഫുൾ ഓഫ് ആഗണി. ലുക്ക് അറ്റ് ദ ഫീൽഡ്സ്, ഇറ്റ്സ് റൈറ്റ് ഫോർ ഹാർവെസ്റ്റ്. പക്ഷേ വേണ്ടവണ്ണം ലേബറേഴ്സ് ഇല്ല. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ എത്ര മക്കളെ നിങ്ങൾ ഈ പ്രദേശത്ത് അയച്ചു? ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ആ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. 3-ാം വാക്യത്തിന്റെ ആദ്യത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? പോകുവിൻ. ഇതൊന്ന് കൂട്ടി വായിച്ചേ. 2-ാം വാക്യം, 2-ാം വാക്യത്തില് അവരോട് പറഞ്ഞത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. 3-ാം വാക്യം, പോകുവീൻ. If you start praying for laborers, the Lord may ask you to go. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. 70 പേർക്ക് അവര് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അയക്കുന്നു. Go. എന്റെ ചോദ്യത്തിലേക്ക് മടങ്ങി വരുന്നു. നിങ്ങളുടെ മക്കളിൽ എത്ര പേരെ ഈ ശ്രേഷ്ഠമേറിയ വേലയ്ക്ക് നിങ്ങൾ അയച്ചു? ഫോർ ഹാർവെസ്റ്റ്. ഞാൻ മനസ്സിലാക്കിയ നിങ്ങളോട് പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ വേല ഇതാണ്. ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? നിങ്ങൾ ചിലർ കൈമുക്കി, നിങ്ങൾ ചിലർ നോട്ട് ചെയ്തു. യെസ് യെസ്. Then where is your child? If you say that this is the biggest job, the greatest work, then where is your child? അപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്നറിയാമോ? അവന് വിളിയില്ല. അവന് വിളിയില്ല. തിരിച്ച് ഞാൻ ചോദിക്കുന്നു, ഫിസിയോതെറാപ്പിസ്റ്റ് ആകാൻ വിളി ഉണ്ടായിരുന്നോ? ഡോക്ടറാകാൻ വിളി ഉണ്ടായിരുന്നോ? എഞ്ചിനീയർ ആകാൻ വിളി ഉണ്ടായിരുന്നോ? ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുവരെയും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ, ഹിയർ ഈസ് അവർ ലോർഡ്. വേലക്കാരെ വേണം. പ്രേ, പ്രാർത്ഥി, വ്യക്തിപരമായി ഇറങ്ങണം. മക്കളെ അതിനുവേണ്ടി തയ്യാറാക്കണം. സ്തോത്രം. പ്രാക്ടിക്കലാകണം.
ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. സ്തോത്രം. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പോകുവീൻ. ഹാർവസ്റ്റ് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഹി ഈസ് ഗോയിങ് ടു സെൻഡ് യു. പോകുവീൻ. അതെങ്ങനെ? പക്ഷെ എനിക്ക് അങ്ങനെ പോകണമെന്ന, പക്ഷേ കണക്ക് കൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 35 വയസ്സുണ്ടല്ലേ, 40-50 ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ ആര് സപ്പോർട്ട് ചെയ്യും? എൻ്റെ സുഹൃത്തേ, എൻ്റെ സഹോദരാ, കണക്കെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് 70 വയസ്സാവും. പിന്നെ എങ്ങോട്ട് പോകാനാ? ആ വിളി കേൾക്കുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസത്താൽ മറ്റ് അജണ്ടകളില്ലാതെ കാല് വെച്ചതാണെങ്കിൽ വിളിച്ചവനും നിയമിച്ചവനും ബാക്കി കാര്യം നോയിക്കോളും. സ്തോത്രം. ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? കർത്താവേ, എൻ്റെ കുഞ്ഞിനെ വിളിക്കണം. എനിക്കിപ്പോ കൊച്ചുമക്കളെയാണ് ടാർഗറ്റ്. ലോർഡ്, all 6 of them in your vineyard. സ്തോത്രം. പക്ഷെ എങ്ങോട്ടാ വിടുന്നത്? ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ. ഇവരാണ് കുഞ്ഞാടുകൾ. ഇവരെ അയക്കുന്നത് ചെന്നായ്ക്കളുടെ അടുക്കലേക്ക്. ഇതാണ് റിയാലിറ്റി. ഇതാണ് ആളുകൾക്ക് പ്രശ്നം. ആത്മീകമായ എതിരാളികളുണ്ട്. അവർ ചെന്നായ്ക്കളെ പോലെ സുവിശേഷവുമായി കടന്നു വരുന്നവരെ പിച്ചി ചിന്തുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. കർത്താവ് പറയുന്നത്, ഞാന് ചെന്നായ്ക്കളുടെ അടുക്കലേക്കാണ് അയക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് 28 അധ്യായങ്ങൾ ആദ്യത്തെ 30 വർഷത്തെ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രമാണ്. അതും വെളിപ്പാട് പുസ്തകം 2-3 ഈ അധ്യായങ്ങളിലുള്ള 7 സഭകളുള്ള ദൂതിലെ ചില സഭകൾ, പ്രത്യേകിച്ച് സ്മിർന സഭയൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ, they went through fire. സീസറിനെ ആരാധിക്കുന്ന കാലഘട്ടത്തിൽ ആരാധിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സകലവിധ പീഡനങ്ങളിലൂടെ കടന്നുപോയവരാണ് സ്മിർന സഭ. Persecutions one after the other. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നാണയത്തിന്റെ മറുവശം, ഈ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഈ കുഞ്ഞാടുകൾക്ക് ഇങ്ങനെയുള്ള ഈ ചെന്നായ്ക്കളെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയും? ഈ 70 പേർക്ക് അവർക്ക് അവരിൽ തന്നെ ശക്തിയില്ല. അയക്കുന്നവനാണ് സംരക്ഷകൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നാഴിക വന്നിട്ടില്ല. യോഹന്നാൻ 12:23 ആകുമ്പോഴത്തേക്ക് നാഴിക വന്നു. നാഴിക വരാതെ ഉലകത്തിലെ ഒരു ശക്തിക്കും നിയമിതനായ ആളിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കൂട്ടം കൂടി ആക്രമിച്ചാലും എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും നത്തിങ്. പ്രൊട്ടക്ഷൻ ഇസ് ഫ്രം ദ ലോർഡ്. അവരെ സംരക്ഷിക്കുന്നത്, ഈ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്നത് നല്ല ഇടയനാകുന്ന കർത്താവാണ്.
അങ്ങനെയാണ് അപ്പോസ്തലന്മാരെ സംരക്ഷിച്ചത്. അവർക്ക് വിരോധമായി ഉണ്ടായിരുന്ന പകയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളുടെ നീക്കങ്ങളും പെർസിക്യൂഷനും എല്ലാം കർത്താവല്ലേ അവരെ സംരക്ഷിച്ചത്. അവരിൽ മിക്കവരും 10 പേര് രക്തസാക്ഷികളായി. ഓൺലി ജോൺ ഏകദേശം 100 വയസ്സുള്ളവനായി അദ്ദേഹം മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ 70 പേരും ശക്തമായ പെർസിക്യൂഷൻസ് അവർ അഭിമുഖീകരിക്കേണ്ടി വരും. പെർസിക്യൂഷനെ കുറിച്ചൊക്കെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം മുതൽ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ പരിശോധിച്ചാൽ നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, നിങ്ങളെ കൊല്ലും. എന്നിട്ട് യേശു 16-1 പറയാ, ഞാനിതൊക്കെ നേരത്തെ പറയുന്നത് നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ. ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ട് തലേ രാത്രി പറയുന്ന കാര്യമാണ്. അതിന്റെ എല്ലാം അത് പറയുമ്പോ ഇങ്ങനെ കർത്താവ് പറയുന്നത്, ലോകം എന്നെ പകച്ചെങ്കിൽ നിങ്ങളെ പകയ്ക്കും, എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. ക്രിസ്ത്യൻ വർക്കിന്റെ ഭാഗമാണിത്. ഇറ്റ്സ് നത്തിങ് ന്യൂ. പെർസിക്യൂഷനോ ഇതിനൊന്നിനും ദൈവസഭയെ തകർക്കാൻ കഴിയത്തില്ല. The church will grow in spite of all this. സഭ വളരും ഇതിന്റെ നടുവിൽ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവർ ഇത് മനസ്സിലാക്കണം. 70 പേരെ നിയമിച്ചു. സാധാരണ ഓർഡിനറി പീപ്പിൾ, ഓർഡിനറി ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് പ്രേ ഫോർ ലേബറേഴ്സ് ഫോർ ഹാർവെസ്റ്റ്. ഞാൻ നിങ്ങളെ ചെന്നായ്കളുടെ അടുക്കലേക്ക് അയക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദ ഡേഞ്ചർ ഈസ് ദേർ. ശക്തമായ പ്രതികൂലം അവർക്കുണ്ടാകും. വെളിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, സ്വന്തക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകും. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന ഒരിടയനാണ് അയക്കുന്നത്. നമ്മുടെ മിനിസ്ട്രി കഴിഞ്ഞാൽ രക്തസാക്ഷിയാകാൻ വിളിക്കപ്പെട്ടവരുണ്ട്. ഇതെല്ലാം നടക്കും. പക്ഷെ അതുവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. There will be troubles and persecution. പോളിനെ കല്ലെറിഞ്ഞില്ലേ? ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന he died എന്നാണ്. ശിഷ്യന്മാര് തൻ്റെ ചുറ്റിനും നിന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം എഴുന്നേറ്റു. പിന്നെ അടുത്ത സ്ഥലത്ത് പോയി സുവിശേഷീകരണമാണ്. പക്ഷേ ഏറ്റവും അവസാനം 2 തിമോത്തി എഴുതുമ്പോൾ ദ ടൈം ഈസ് അപ്പ്. ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആൻഡ് ഹി വാസ് മാർട്ടിയർഡ്. പ്രൈസ് ദി ലോർഡ്. 4-ാം വാക്യം, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും അരുത്. പ്രൊട്ടക്ഷൻ ഫ്രം ദ ലോർഡ്, പ്രൊവിഡൻസ് ഫ്രം ദ ലോർഡ്. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. എക്സ്ട്രാ പ്രൊവിഷൻസ് ഒന്നും വേണ്ട. ഇത് തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 12 പേരെ നിയമിച്ച് അയക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എന്ന് പറയരുതെന്നോ ഷെയ്ക്ക് ഹാൻഡ് ഒന്നും കൊടുക്കരുതെന്നല്ല. ഡോണ്ട് ബി ഡിസ്ട്രാക്റ്റഡ് ബൈ ഗെറ്റിംഗ് ഇൻടു പേഴ്സണൽ റിലേഷൻഷിപ്സ് എന്നതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ 70 പേരും കർത്താവിൽ ആശ്രയിക്കണം. സംരക്ഷണത്തിന്, ചെന്നായ്ക്കളുടെ നടുവിൽ സംരക്ഷണത്തിനും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും
കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കണം. എന്നാൽ ഈ ഒരു പ്രസ്താവന ഇതൊരു ടെമ്പററി ട്രെയിനിങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ പെർമനന്റ് ആയിട്ടല്ല കർത്താവ് ഇവിടെ പറയുന്നത്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 22-ന്റെ 35-36 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് 36-ാം വാക്യം ഞാൻ വായിക്കാം. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് കൊള്ളട്ടെ. അപ്പൊ പാറ്റേൺ ഫോർ ഫ്യൂച്ചർ മിനിസ്ട്രി അവിടെ പറയും. എന്നാൽ താൽക്കാലികമായ ഒരു ടെമ്പററി ട്രെയിനിങ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ വായിച്ച ഈ 4-ാം വാക്യം മനസ്സിലാക്കേണ്ടത്. അവരുടെ ആദ്യത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അത് മനസ്സിലാക്കണം. 5 മുതലുള്ള വചനത്തിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അത് നമുക്ക് അത് മുതൽ അടുത്ത ആഴ്ച ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചിലരുടെയൊക്കെ ഈ മൈക്രോഫോൺ ഓപ്പൺ ആയതുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ എത്രയോ മെസ്സേജുകളാണ് കേൾക്കുന്നതല്ലേ. ഇതിനോടെങ്ങനെയാണ് ക്രിയാത്മകമായി നമ്മൾ പ്രതികരിക്കുന്നത്? ഞാനൊരു ഫേമസ് ആളല്ല, ബട്ട് ഐ വാണ്ട് ടു ഡു ദ ലോർഡ്സ് വർക്ക്. He called 12, then he called the 70. He appointed them and sent them ahead of him. നമ്മൾ പ്രതികരിക്കുമോ? Is this call for me? നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ are we willing to pray? ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് അയക്കുന്നത്. പക്ഷെ സംരക്ഷണവും കരുതലും കർത്താവിൻ്റെതാണ്. ആരും ഡിസ്കറേജ്ഡ് ആകരുത്. എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഞാൻ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ അനുഭവത്തോട് ചേർന്നാണ് പറയുന്നത്. അവിടുന്ന് നല്ലവനെന്ന് അനുദിനം രുചിച്ചറിയാൻ കഴിയും. യു ക്യാൻ ടേസ്റ്റ് ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. അല്ലാതെ ഇത് ഇന്നടത്ത് ഒരാളുടെ സാക്ഷ്യം പറഞ്ഞു, അത് കേട്ടു, അത് കൂട്ടുകയല്ല. ഒരു ഭയവും നമ്മളെ പുറകോട്ട് പിടിച്ചു നിർത്തരുത്. There is only one life to live. ഏറ്റവും ശ്രേഷ്ഠമേറിയ സുവിശേഷീകരണത്തിന് പങ്കാളിയാകാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. ഓ, ഞാൻ എക്സ് എമൗണ്ട് ഓഫ് ഡോളർ കൊടുക്കുന്നുണ്ട് പാസ്റ്ററെ, ഒരു 5 പേരെ 10 പേരെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫൈൻ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഇറങ്ങുമോ എന്നുള്ളതാണ് വിളി. ഡോളർ cannot replace that. നിങ്ങളുടെ മകനെ വിടുമോ എന്നുള്ളതാണ്. Praise the Lord. ചിന്തിക്ക് പ്രിയരെ, പ്രാർത്ഥിക്ക്. നമ്മുടെ അന്തരാത്മാവിൽ ഒരു വിളിയും നിയോഗവും ആവേശവും ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഒതുക്കരുത്. കർത്താവ് ഈ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, നമ്മെ വിളിക്കട്ടെ കർത്താവിന്റെ വേലയ്ക്ക്. Give it all. സ്തോത്രം. ദേശം ഏതാ എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് വർക്കാണ് അറിഞ്ഞുകൂടാ, ബട്ട് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗ്രേറ്റ് ഹാർവെസ്റ്റ്. The harvest is plentiful. The workers, the laborers are few. സ്തോത്രം. കർത്താവിന്റെ വാക്കുകളുടെ മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. God bless you. Amen.